ഹായ് ബ്രോ. ഗോവയിൽ എന്ത് കൊണ്ടുവന്നിരിക്ക്? ഗോവന്നോ ഒന്നും കൊണ്ടുവന്നില്ലേ? ഈ വണ്ടി നിറച്ച് ചെളിയും പൊടിയുണ്ട്. കൊള്ളാ. ബെബിൻക കൊണ്ടുവന്നില്ല? ബെബിൻക വാങ്ങാൻ പറ്റില്ല. ഒന്നും വാങ്ങിയില്ലല്ലേ? കൈ വീശി വന്നല്ലേ? മോശമായി പോയി. എങ്ങനെയാണ് ഗോവ ട്രിപ്പൊക്കെ? ഞാൻ വാപ്പി പോവാ. വാപ്പി നിന്നെ മിസ് ചെയ്ത്. അയ്യോടാ അച്ചടാ. ഞാൻ ഇവനെ കൊറേ വിളിച്ചട നീ ഗോവയ്ക്ക് വാ ഗോവയ്ക്ക് വാ. എനിക്കറിയാം തിരിച്ച് വണ്ടി ഓടിക്കുമ്പോ നടന്നു അറിയാം. ഇവനെ കൂടെ ഉണ്ടെങ്കിൽ ഇവനെ കൂടെ തെറിച്ചോട്ടെ കരുതി. പക്ഷെ ഈ തണ്ടി വന്നില്ല. ഞാൻ വരത്തില്ല. ഇവൻ തന്ത്രപൂർവ്വം വന്നില്ല. വാ കേറ്. എല്ലാവർക്കും പുതിയൊരു ട്രെയിൻ യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് എറണാകുളം ജംഗ്ഷനിലാണുള്ളത്. അപ്പൊ എറണാകുളത്ത് നിന്ന് വാപ്പി എന്ന സ്ഥലമുണ്ട് ഗുജറാത്തിൽ. അവിടെ പോയാണ്. വാപ്പിയിൽ എന്തിനാ പോകുന്നത് ഞാൻ വണ്ടി കയറിയിട്ടൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നട്ടു വെച്ചാൽ ഭയങ്കര വെയിലാണ്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഈയിടെയാണ് LSP നല്ല പുതിയ അടിപൊളി ചുമന്ന വണ്ടിയായത് ഫുള്ള്. അപ്പോൾ അതിനാണ് ഇന്ന് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വാപ്പിക്ക് പോകുന്നത്. മെട്രോ പോകുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. പൂനെ ഷെട്ടി. രണ്ട് മെട്രോയും 2 ലോക്കോ. നോക്കിയേ, അടിപൊളിയല്ലേ അത്? പൂനെ ഷെട്ടിൻ്റെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ്, എറണാകുളത്തിൻ്റെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ്. നമ്മളന്ന് ദൂദ്സാഗർ വഴി പൂനെക്ക് പോയില്ല. അപ്പോൾ ആ പോയ വണ്ടിയാണ് കിടക്കുന്നത്, പൂർണ്ണ എക്സ്പ്രസ്. ഇതിനി വൈകിട്ട് തിരിച്ച് പൂനെക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നൊരു ഡീസൽ ലോക്കോമോട്ടീവാണ് കിടക്കുന്നത് അങ്ങ് ദൂരെ. പൂനെ ഷെട്ടിൻ്റെ ഒരു WDP 4D ലോക്കോ ആണത്. പണ്ട് ശരിക്കും കോച്ചിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറായിരുന്നു, ബ്രൗൺ കളർ. ഇപ്പം ആ കളറൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ ഇവർ ഈ ഡിപ്പാർട്ട്മെൻ്റൽ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു കോച്ച് ഉപയോഗിക്കുന്നത്. നല്ല പഴക്കമുണ്ട്. 1990-ലൊക്കെ പണിത കോച്ചുകളൊക്കെയാണ് ഇത്. ആ ഒരു ആവശ്യങ്ങൾക്കാണ് ഇവർ ഈ കോച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 195-77 തിരുനെൽവേലിയിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വഴി ജാംനഗർ വരെ പോകുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അതാ നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്. ഈ റോഡിന്റെ ഒരു WAP7 ലോക്കോ ആണ്. ഈ സാധനമാണ് നമ്മളെ അവിടം വരെ എത്തിക്കുന്നത്. കണ്ടോ, ജാംനഗർ തിരുനെൽവേലി. പുത്തൻ LSP വണ്ടിയാണ്. പുത്തനെന്നല്ല, കുറച്ചാളായി LSP അവിടെ തുടങ്ങിയിട്ട്. ഞാൻ സെക്കൻഡ് AC-ക്കാണ് പോകുന്നത്. ഇതാണ് എൻ്റെ കോച്ച് A2. അപ്പോൾ ഇതിലാണ് എൻ്റെ സീറ്റ്. അപ്പോൾ എൻ്റെ ബെർത്ത് എന്ന് പറയുന്നത് 8 അപ്പർ ബെർത്തിലാണ് എൻ്റെ ഇത് വരുന്നത്. ഇത് അടിപൊളിയാണല്ലോ. എൻ്റെ ബെർത്ത് ഇവിടെയാണ് വരുന്നത്, അപ്പർ ബെർത്ത്. 1:10 നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് സൗത്തിൽ നിന്ന്. 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ എറണാകുളം ജംഗ്ഷൻ. നല്ല വൃത്തിയുള്ള കോച്ചാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ഇത് സദറിൻ്റെ വണ്ടിയല്ല, വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് വരെ പഴയ കോച്ചുകൾ ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നല്ല പുതിയ LSP കോച്ചുകളാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ഈ വണ്ടി ഓടുന്നത്. അതായത് തിരുനെൽവേലിയിൽ നിന്ന് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, ജാംനഗറിന് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഓടുന്ന വണ്ടിയാണ്. 2432 കിലോമീറ്റർ 47 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. ഇത് മൺസൂൺ ടൈം ടേബിൾ ആണ്. മറ്റേ നോൺ മൺസൂൺ ആകുമ്പോൾ ഒന്നുകൂടെ ടൈം കുറയും. ശബരി എക്സ്പ്രസ് പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ ആലുവ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശബരി എക്സ്പ്രസ് പാലത്തിന് മുകളിൽ കൂടെ പോകുന്നുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയത് ഈ ശബരി എക്സ്പ്രസ്സിലാണ്, പണ്ട് തിരുപ്പതിക്ക് പോകാൻ നേരത്ത്. ഈ തിരുനെൽവേലി ജാംനഗർ ഞാൻ പോയിട്ടുണ്ട് പണ്ട് കൊച്ചിലെ. ഇത് പണ്ട് തിരുനെൽവേലി ഹാപ്പ എന്ന് പറഞ്ഞ ഓടിക്കൊണ്ട്. ഈ ഹാപ്പയും ജാംനഗർ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. നമ്മുടെ ഈ എറണാകുളം എടപ്പള്ളി എന്ന് പറയുന്ന പോലെ തന്നെ ഹാപ്പയും ജാംനഗർ അടുത്താണ്. ഹാപ്പയിലാണ് ശരിക്കും മെയിനായിട്ട് വണ്ടികൾ ടെർമിനേറ്റ് ചെയ്യുന്നതൊക്കെ. ഈ വണ്ടിക്ക് ഹാപ്പ മഡ്ഗാവ് സൂപ്പർ ഫാസ്റ്റായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതായത് ഇത് തിരുനെല്ലിയിൽ ഹാപ്പ പോയിട്ട് അടുത്ത ദിവസം ഇത് പോകുന്നത് ഹാപ്പയിൽ മഡ്ഗാവായിരിക്കും. അങ്ങനെ 2 സർവീസായിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ജാംനഗർ ഒരു ചെറിയ സ്റ്റേഷനാണ്. ആകെ 2-3 പ്ലാറ്റ്ഫോം കണ്ടുള്ളൂ. ഇത് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് റേക്ക് കൊണ്ടിട്ട് ഹാപ്പയിൽ കൊണ്ടാണ് മെയിൻ്റനൻസ് ഒക്കെ. ജാംനഗർ വരെ പോകുന്നേ ഉള്ളൂ. ജാംനഗറിൽ ഒരുപാട് മലയാളികളുണ്ട്. ജാംനഗർ മലയാളി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയുടെ LSP ഇനാഗ്രൽ ഉണ്ടെങ്കിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻകാരെ ഈ വണ്ടിയൊക്കെ എൻജിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വിട്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവിടെ കുറേ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. മറ്റേ നയാരയുടെ ഇത് അങ്ങനെ കുറേ ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ജാംനഗർ എന്ന് പറഞ്ഞത്. ഗുജറാത്തിലാണത്. INB ട്രിപ്പിന് ചേട്ടൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ജാംനഗർ സ്റ്റേഷനിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജാംനഗർ സ്റ്റേഷൻ. ഇത് രാവിലെ 5:15 എടുക്കുന്നതാണ് തിരുനെൽവേലിയിൽ. എന്നിട്ട്
അടുത്ത ദിവസം വെളുപ്പിനെ 4:45 എന്തോ ഇത് ജാംനഗർ എത്തും. 2 ദിവസം എടുക്കും ഇത് ജാംനഗർ എത്താൻ വേണ്ടിയിട്ട്. ഇത് കൊങ്കൺ വഴിയാണ് പോകുന്നത്. കൊങ്കൺ നേരെ വഡോദര, രാജ്കോട്ട് ആ വഴിയാണ് ഇത് നേരെ ഇവിടെ പോകുന്നത്, ജാംനഗർ പോകുന്നത്. ഈ വണ്ടിക്ക് 3 ടയർ ഇല്ല, നോർമൽ 3 ടയർ ഇല്ല, എക്കണോമി ആണുള്ളത്. AC 3 ടയർ എക്കണോമി ആണുള്ളത്. അപ്പോൾ ഇത് 2 സെക്കൻഡ് AC ഉണ്ട്. ഇത് A1 ആണ്, പിന്നുള്ളത് ഫുള്ള് എക്കണോമിയാണ്. ഇതിന് 6 AC 3 ടയർ എക്കണോമിക് കോച്ച് ഉണ്ട്. നമ്മളിപ്പം എക്കണോമിക് കോച്ചിലേക്ക് വന്നിരിക്കുകയാണ്. എക്കണോമിക് കോച്ച് എന്ന് പറയുമ്പോൾ സ്ലൈഡിങ് ഡോർ ആണ് കേട്ടോ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യണം. ഇതിൻ്റെ എക്കണോമി പൊളിച്ചല്ല. സീറ്റിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, സെറ്റ് ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ വെച്ചിട്ട് നല്ല കിട്ടിലൻ സീറ്റ്. ഈ എക്കണോമിയിൽ ടോയ്ലറ്റും വെറൈറ്റി ആണ്. ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ്. ഇത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി കൂടെ ആണ് കേട്ടോ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റും. ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റും കൂടെ ആണ്. ഈ എക്കണോമിയുടെ ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബർത്തിന് വീതി കുറവാണ്. അതായത് വണ്ണമുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ഗരീബ്രഥിൽ പോകത്തില്ലേ, അതേപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗരീബ്രഥിൻ്റെ പഴയ കോച്ചൊക്കെ മാറ്റിയിട്ട് ഈ LSP AC എക്കണോമി എടുത്താൽ പൊളിക്കും. ഇപ്പോൾ ഈ പഴയ കോച്ച് ഗരീബ്രഥ് ഓടിക്കുന്നതൊക്കെ ഭയങ്കര മറ്റേ ആ മുംബൈ ഗരീബ്രഥിൻ്റെ ഒക്കെ കോച്ച് ഭയങ്കര ശോകമാണ്. നല്ല കിടിൽ ഇന്ത്യയിലാണ് കേട്ടോ. നല്ല ആ ഒരു സീറ്റാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ താഴെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ ഒരു സംഭവം കാണാം. നമ്മൾ എയർപ്ലെയിനൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, അതേപോലെ സംഭവമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മിഡിൽ ബർത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കാറ്റ് കിട്ടും. ഇത് കണ്ടോ, ഇവിടെ ഒരു വെൻ്റ് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മിഡിൽ ബർത്തിൽ കിടക്കുന്ന ആൾക്ക് നല്ല കാറ്റ് കിട്ടും. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഈ ബോട്ടിൽ ഹോൾഡർ ഇങ്ങനെ താഴോട്ടാക്കിയാൽ ഇവിടെ കുപ്പി വയ്ക്കാം. പിന്നെ ഇവിടെ മൊബൈൽ വെക്കാൻ ഒരു സംഭവം ഉണ്ടോ, മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ മൊബൈലിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ തിരികെ വയ്ക്കാം. പിന്നെ റീഡിംഗ് ലാമ്പ് ഉണ്ട്, ചാർജിങ് പോയിന്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ഈ സെക്കൻഡ് AC തേർഡ് ACയെക്കാട്ടും കിടിലൻ ഇന്റീരിയറാണ് ഈ എക്കണോമി എന്ന് പറയുന്നത്. എൻ്റെ കോ പാസഞ്ചേഴ്സ് ആരും വന്നിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ അവരെ എവിടെ നിന്ന് കയറി നോക്കാനും മറന്നുപോയി. എനിക്ക് എറണാകുളത്ത് നിന്ന് വാപ്പി വരെ ആയത് 2655 രൂപയാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വാപ്പി വരെ പോയതിൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനാ വാപ്പിക്ക് പോകുന്നതെന്ന് അറിയോ, വാപ്പിയിൽ ഞാൻ നാളെ പോയിട്ട് നിൽക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വത്സാദ് എന്ന സ്ഥലമുണ്ട്, വാപ്പിക്ക് അടുത്താണ് വത്സാദ്. വത്സാദ് എന്ന് മുംബൈ സെൻട്രലിലേക്കൊരു പാസഞ്ചർ ഉണ്ട്. ആ പാസഞ്ചറിന് മറ്റേ പഴയ ഡബിൾ ഡെക്കർ കോച്ച് അറിയത്തില്ല, പഴയ നോൺ AC ആ ഡബിൾ ഡെക്കർ കോച്ചുള്ള പാസഞ്ചറാണ്. അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വാപ്പിക്ക് പോകുന്നത്. പിന്നെ ആദ്യം വത്സാദ് നിൽക്കാൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടത്. പക്ഷെ വത്സാദ് അത് നേരത്തെ അവിടെ നിന്ന് എടുക്കും, 4:40 കണ്ട് വത്സാദ് നിന്ന് എടുക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും നേരത്തെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്താൽ രാവിലെ ഉറക്കമൊന്നും റെഡി ആവില്ല. അതുമല്ല അവിടെ റൂം നോക്കിയപ്പോൾ ഭയങ്കര പൈസയാണ്. എനിക്ക് വാപ്പിയിൽ പൈസ കുറച്ച് റൂം കിട്ടി. അടുത്ത് തന്നെയാണ്, ഒരു എന്താ പറയുക, വത്സാദ് എന്നൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കണ്ട് ദൂരമേ ഉള്ളൂ. അപ്പോൾ വാപ്പിയിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഡബിൾ ഡെക്കർ പാസഞ്ചറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത്. നമ്മളിവിടെ ഭാരതപ്പുഴ നദിയൊക്കെ കഴിഞ്ഞിട്ട് ഷൊർണൂർ ഹോം സിഗ്നൽ എന്ന് പറയും. ആ സിഗ്നൽ ഉണ്ടല്ലോ, ഹോം സിഗ്നലാണ് ഷൊർണൂർ ജംഗ്ഷനിൽ. അപ്പോൾ ആ ഹോം സിഗ്നലിൽ റെഡ് വീണാലും നമുക്ക് സ്റ്റേഷനിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ലൈനൊക്കെ ക്ലിയർ ആയിട്ട് റെഡ് മാറ്റി പോകാനുള്ള സിഗ്നൽ കൊടുത്താലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ, നമുക്ക് സ്റ്റേഷനിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. സിഗ്നൽ പലതരമുണ്ട്. നമ്മൾ ഈ സ്റ്റേഷന് മുമ്പുള്ള സിഗ്നൽ ഹോം സിഗ്നൽ എന്ന് പറയും. പിന്നെ ഈ സ്റ്റേഷന് വിടാൻ പോകുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, അത് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയും. അതിൻ്റെ മുന്നിലൊരു സിഗ്നലാണ്, അത് അഡ്വാൻസ് സ്റ്റാർട്ടർ എന്ന് പറയും. അങ്ങനെ പല ടൈപ്പ് സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റേഷൻ ഏരിയയിൽ സ്റ്റേഷൻ മാസ്റ്റർ നിയന്ത്രിക്കുന്ന അവസാനത്തെ സിഗ്നൽ അഡ്വാൻസ് സ്റ്റാർട്ടർ എന്ന് പറയും. നിങ്ങൾ ഒരു ട്രെയിൻ വിടാൻ നേരത്ത് ആദ്യം ഒരു സിഗ്നൽ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് മുന്നിൽ കുറച്ചുകൂടെ ഒരു സിഗ്നൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മുന്നിൽ ഒരു സിഗ്നലോടെ ഉണ്ടാവും. നമ്മൾ ട്രെയിൻ വിടാൻ നേരത്തുള്ള സിഗ്നലിൽ ഒന്നെങ്കിൽ മഞ്ഞയായിരിക്കും, അതായത് ലൂപ്പ് ലൈനൊക്കെയാണ് മഞ്ഞയായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ മഞ്ഞ കഴിഞ്ഞിട്ട് മുന്നിലൊരു സിഗ്നൽ ഉണ്ട്, അത് മിക്കവാറും പച്ചയായിരിക്കും. അപ്പോൾ ആ പച്ച കാണുന്ന സിഗ്നലാണ് അഡ്വാൻസ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അത് ആ ഒരു സിഗ്നൽ വരെ സ്റ്റേഷൻ മാസ്റ്ററാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് സ്റ്റേഷനിലേക്ക് കയറാനുള്ള സിഗ്നലാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഹോം സിഗ്നൽ വീണു, നമുക്കിനി പയ്യെ സ്റ്റേഷനിലേക്ക് കയറാം. ഈ എൻജിൻ പാസ്സാകുമ്പോഴേക്കും ഈ ഓറഞ്ച് ഉള്ള സാധനം റെഡ് ആവും. ഇപ്പോൾ കണ്ടോ, റെഡ് ആയത് കണ്ടില്ലേ? അപ്പോൾ റെഡ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ സിഗ്നൽ വീഴുന്നത്. ഈ സിഗ്നലൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്കില്ലാണ്.
ഷൊർണൂർ എത്തിയപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി കിടക്കുന്നുണ്ട്. കോഴിക്കോട് കിങ് ഓഫ് കൊത്തയുടെ പരസ്യമൊക്കെ ഉണ്ടല്ലോ ദുൽഖറിൻ്റെ. എൻ്റെ സീറ്റുള്ള കോച്ചിന് തൊട്ട് മുന്നിൽ 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ ഈ എന്താ പറയുക ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലുള്ളത്. ഞാനുള്ള കോച്ചിൻ്റെ തൊട്ട് മുന്നിൽ 2 ജനറൽ കോച്ചുണ്ട്. അപ്പോൾ ആ ജനറൽ കോച്ചിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഇവിടെ ഷൊർണൂരിൽ നിന്ന് കയറിയിട്ടുണ്ട്. നേരത്തെ സുഗമോദേവി ആയിരുന്നു, ഇപ്പോൾ ഉണ്ട് കുങ്കുമച്ചപ്പ്. അങ്ങനെ ഓരോ സീരിയലിലെ പരസ്യമാണ് ഇപ്പോൾ ജനശതാബ്ദിയിൽ. നമ്മുടെ കോച്ചിന് പുറത്ത് ഇവിടെ കുറേ സാധനങ്ങളുണ്ടോ. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. AC കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ് AC കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ കൂൾ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് AC കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഷൊർണൂരിൽ നിന്ന് വണ്ടി വിട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഹോൺ അടിച്ച് കേട്ട്. ഇവിടെ ഒരു മെറ്റൽ കൊണ്ടുവന്നൊരു ഫ്രൈറ്റാണ് കാണുന്നത്. അപ്പം അതിനെ വഹിക്കുന്നത് എറണാകുളത്തിൻ്റെ ഒരു WDG3 ആണ്. ഇതൊക്കെ പണ്ട് നമ്മുടെ മെയിൻ വണ്ടികൾക്ക് ഓടിക്കൊണ്ടിരുന്ന എഞ്ചിനുകളാണ്. ഇപ്പോൾ ഇതൊക്കെ സാധാരണ ഈ ഗുഡ്സ് ട്രെയിനുകൾക്കൊക്കെ മാത്രമേ ഇവർ കൊടുക്കാറുള്ളൂ. നമ്മളിവിടെ തിരൂർ എത്തിയിരിക്കുകയാണ്. തിരൂർ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ലായിരുന്നു. അവർ എക്സ്പെരിമെൻ്റൽ സ്റ്റോപ്പേജാണ് ഇപ്പോൾ തിരൂർ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ മാഗി നൂഡിൽസ് ഒക്കെ കൊണ്ടുവരണം. മാഗി നൂഡിൽസ് ഈ വണ്ടിയിൽ മാഗി നൂഡിൽസ് ഒക്കെ കിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ മാഗി നൂഡിൽസ് ഒക്കെ കാണാം. നല്ല ചൂടാണ് കേട്ടോ. കിന്നാവയാ 50 റുപ്പീസ്, 50 രൂപയാണ് ഈ മാഗി നൂഡിൽസിന്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കുകയാണെങ്കിൽ 40 50 രൂപയൊക്കെ ആവും. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടോ? മാഗി വെറുതെ അല്ല, സവാള ഉണ്ട്, പിന്നെ വേറെന്തോ ക്യാപ്സിക്കം, അങ്ങനെ എല്ലാം അരിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കി ഇതേപോലെ സെയിം. കോഴിക്കോട് സ്റ്റേഷന് മുമ്പ് കല്ലായിലാണ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഹോം സിഗ്നൽ അവിടെ റെഡ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ പിടിച്ചിടും. ഇപ്പം മറ്റേ കോട്ടയം വഴിയുള്ള കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വരും. അപ്പം അത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാ പോക്ക പോയ സാധനം കീടില്ല. 100+ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു. ചില വണ്ടിയുള്ള സെക്കൻഡ് എസിൽ ഇതേപോലെ ഒരു കൂപ്പ പോലെ ഒരു സെക്ഷൻ കാണും. ഇത് ഫസ്റ്റ് എസിൽ കൂപ്പയല്ല, എന്നാലും ഒരു കർട്ടൻ വെച്ചിട്ട് പ്രൈവസി ഉണ്ട്. അപ്പോൾ ഇവിടെ കപ്പിൾസൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിരിക്കും. വളരെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ്. ഷൊർണൂരിനുണ്ടാവുന്ന തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇത്ര സ്റ്റോപ്പുള്ളൂ. ഇനി ജാംനഗർ എക്സ്പ്രസ് കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ കാസർഗോഡ് വരെ ഈ തിരക്കുണ്ടാവും, കാരണം വൈകിട്ടത്തെ ഈ ഒരു ടൈമല്ലേ. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ഈ വണ്ടി ഇപ്പോഴും ഡീസലാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഡീസൽ ഇത് മാറിയിട്ടില്ല, ഇലക്ട്രിക് ആയിട്ടില്ല. ഇപ്പോഴും WDP14 എന്ന എൻജിൻ വെച്ചിട്ടാണ് ഇത് ഓടുന്നത്. അവിടെ 80 എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് ഈ കണ്ണൂർ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സ്പീഡാണ്. 80 കിലോമീറ്ററിനുള്ളിൽ 80 കിലോമീറ്റർ സ്പീഡിൽ വേണം സ്കിപ്പ് ചെയ്ത് പോകാൻ. എൻ്റെ പൊന്നെ, ഇതിനകത്ത് ഒടുക്കത്തെ തണുപ്പ് ഇട്ടിട്ട് വയ്യ. ഇവന്മാർ എത്രയല്ലേ വെച്ചിരിക്കുന്നത്? ഇത് കാണുന്നില്ല ഇതിനകത്ത്. 20 17 ഭയങ്കര തണുപ്പാണ്. ഒരു രക്ഷയില്ല. ഇവിടെ പുറത്ത് വന്നപ്പോൾ പിന്നെ സമാനമായി. നമ്മൾ കാസർഗോഡ് സ്റ്റേഷനിൽ ഇവിടെ ഇട്ടിരിക്കുകയാണ്. പച്ചയൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും വണ്ടി വിടും. നമ്മൾ വന്ദേ ഭാരതിന് കയറി ഇവിടെ നിന്നാണ്, കാസർഗോഡ് നിന്നാണ് വന്ദേ ഭാരത് കിടക്കുന്ന പ്ലാറ്റ്ഫോമാണ് അത്. അവിടെ പച്ച കിടക്കുകയാണ്. പക്ഷേ 7:05 ആവാതെ വണ്ടി വിടത്തില്ല. 7:04 7:05 ഇവിടുന്ന് ഡിപ്പാർച്ചർ. നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് 7:45 ആയപ്പോൾ 7:50 വണ്ടി എത്തേണ്ടത്. നമ്മൾ അതിന് മുമ്പ് എത്തിയിരിക്കുകയാണ്. നമ്മൾ മലബാർ സൈഡിൽ മാത്രമാണ് ഈ ഒരു ജനറൽ കോച്ച് ഫുള്ളായിട്ട് ഓടുന്നത്. കൊങ്കണിലൊക്കെ ജനറൽ കോച്ചൊക്കെ ഫുള്ള് കാലിയായിരിക്കും കേട്ടോ. ഇപ്പം മംഗലാപുരത്തൊന്നും ആരുമില്ല ജനറലിൽ. നോക്ക്, ഒറ്റ മനുഷ്യനില്ല. ഇനിയിപ്പോൾ മിക്കവാറും രാവിലെ വെളുപ്പിനൊക്കെ ആകുമ്പോഴേ ആൾക്കാരെ മടക എത്തുമ്പോഴൊക്കെ ആൾക്കാരിൽ കയറത്തുള്ളൂ. കൊങ്കൻ്റെ ഇലക്ട്രിക് ആവുന്നതിന് മുമ്പ്
ഈ കൊങ്കൺ റെയിൽവേ വരുന്ന വഴി വണ്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഈ ജാംനഗർ തിരുനെൽവേലി അങ്ങനത്തെ കുറേ വണ്ടികളുണ്ടല്ലോ. ഇത് നല്ല ലോക്കോ ചേഞ്ച് നടന്നുകൊണ്ടിരുന്നത് മംഗലാപുരത്താണ്. അപ്പോൾ മംഗലാപുരത്ത് നമ്മൾ ഇവിടെ പുറത്ത് ഈ 1-ന്റെയും 2-ന്റെയും ഇടയ്ക്കുള്ള ഈ ലൈനിൽ കുറേ ഡീസലിലൊക്കെ ഇങ്ങനെ കിടക്കും. നല്ല ഓർമ്മയിട്ടിരിക്കും. ഇഷ്ടം പോലെ ഡീസലിലൊക്കെ ഇങ്ങനെ കിടക്കും, പല വെറൈറ്റി സാധനങ്ങൾ. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല, ഫുൾ എംപ്റ്റിയാണ്. അപ്പോൾ ആ ഡീസൽ എഞ്ചിൻ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ആ ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ ഡിന്നർ വന്നിരിക്കുകയാണ്. ഡിന്നറിന് ഇവിടെ ഇതിനകത്ത് വണ്ടിക്കകത്ത് കിട്ടുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടും, ചപ്പാത്തിയും വെജ് കറിയും കിട്ടും, പിന്നെ ബിരിയാണി ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ ഞാൻ ചപ്പാത്തിയും വെജ് കറിയും പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു 3-4 ചപ്പാത്തി ഉണ്ട്, പിന്നെ പനീറിൻ്റെ ഒരു കറിയുണ്ട്, പിന്നെ പിക്കിളും ഉണ്ട്. ഇതെല്ലാം കൂടെ 150 രൂപയാണ് കേട്ടോ. 150 രൂപ കുറച്ച് കൂടുതലല്ലേ, പക്ഷെ കറി ഇഷ്ടം പോലെ ഉണ്ട്. ഇത്ര ഒരു വലിയൊരു ഇതിനകത്ത് നിറച്ചുണ്ട് കറി. നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുകയാണ്. ഭയങ്കര ഹോണിൻ്റെ ശബ്ദമാണ്, കാരണം നമ്മൾ ഏറ്റവും ഫ്രണ്ടിലല്ലേ ഇരിക്കണം. 4ാമത്തെ കോച്ചാണ്. 8 മണി, കറക്റ്റ് 8 മണി ആയപ്പോഴേ നമ്മൾ വണ്ടി എടുത്തു. ഞാൻ ഈ ഫുഡ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മൾ കറിക്കൊക്കെ ഭയങ്കര എണ്ണയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സാധനമാണ്. കറി കൊള്ളാം, ചപ്പാത്തി കൊള്ളാം. ഇപ്പം ഞാൻ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കി. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് എടുത്ത് പുറയ്ക്കാൻ തീരാൻ ചെല്ലത് പറ്റൂല. ഇവന്മാരോട് തണുപ്പ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് അവന്മാർ കുറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് കുറഞ്ഞെന്നാലും ടവല് തന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ടവല് ചോദിച്ച് മേടിച്ചാണ്. നിങ്ങൾ AC-യിൽ ട്രാവൽ ചെയ്യുമ്പോൾ ടവല് തരും. ടവല് അതിൻ്റെ കൂടെ ബെഡ്ഷീറ്റിനോടുള്ളതാണ്. ടവല് തന്നില്ല, ചോദിച്ച് മേടിക്കണം. അവരത് ഒളിപ്പിച്ച് വയ്ക്കും, തരത്തില്ല അവർ. അപ്പോൾ ചോദിച്ച് മേടിക്കണം അത്. നമ്മുടെ വണ്ടിനെ ഇവിടെ ജൊക്കട്ടേൻ എന്ന സ്ഥലത്ത് ഇവർ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറിയാണ് തൊക്കൂർ സ്റ്റേഷൻ. തൊക്കൂർ നിന്നാണ് കൊങ്കൺ റെയിൽവേ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടം വരെ പാലക്കാട് ഡിവിഷനാണ് സദേൺ റെയിൽവേയുടെ. ഏതിലും വണ്ടി വല്ലതും വരുന്നുണ്ടാവും. ജനറൽ ക്ലാസ്സിലൊന്നും ഒറ്റ മനുഷ്യരില്ല. ഈ കൊങ്കൺ വഴി പോകുമ്പോൾ നമുക്ക് എപ്പോഴും കാണുന്നതാണ്, ജനറലിൽ ഒക്കെ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അവിടെ ദൂരെ കുറേ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, അത് മംഗലാപുരം റിഫൈനറി ആണത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി പോസ്റ്റ്. രണ്ടൊരു വണ്ടി വരുന്നത്. ഇത് മടുഗാവെന്ന് മംഗലാപുരം പോകുന്നൊരു പാസഞ്ചർ ട്രെയിനാണ്. ഇതിനു വേണ്ടി പിടിച്ചിട്ടാണോന്ന് അറിയത്തില്ല. ഇനി നമ്മളെ വണ്ടി ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത്, ഈ വണ്ടി ഇനി 3 മണിക്കൂർ ലേറ്റ് ആവും. അതായത് അവരെന്തോ ഒരു മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് തിരുനെൽവേലി ജാംനഗർ തൊക്കൂർന്ന് രത്നഗിരി വരെയുള്ള സെക്ഷനിൽ 3 മണിക്കൂർ റെഗുലേറ്റ് ചെയ്യും, ഡിലേ ആവും. ഓക്കെ ബൈ. പിന്നെ വേറെ ഏതോ ഒരു വണ്ടി 1.5 മണിക്കൂർ. ഇതാണ് ഏറ്റവും കൂടുതൽ ഡിലേ. അപ്പോൾ 3 മണിക്കൂർ ഇത് ഡിലേ ആവും. എന്ത് ചെയ്യുന്നത്, രാവിലെ എത്തുമ്പോഴേക്കും ഗോവ എത്തത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യം ഗോവിന്ദ. വെറുതെ അല്ലേ ഇവിടെ ഒരു അരമണിക്കൂർ പിടിച്ചിട്ട്. അപ്പോൾ മിക്കവാറും എല്ലായിടത്തും ഒരു 3/4 മണിക്കൂറൊക്കെ പിടിച്ചിട്ട് പണിയാവും ലാസ്റ്റ്. പക്ഷേ ഇതിന് മൺസൂൺ ടൈമിൻ്റെ ഉള്ളതുകൊണ്ട് 3 മണിക്കൂർ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഓൺ ടൈം ചാൻസ് കുറവ്. കാരണം കൊങ്കണിലെ മിക്കവാറും ക്രോസിങ്സ് ഒക്കെ വരുന്നതല്ലേ, ആർക്കറിയാം എന്താ അവസ്ഥയാണ്. ഞാൻ എന്തായാലും കിടക്കുവാണ്, ഇനിയൊന്നും ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. കിടന്ന് രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും ഗോവയായിരിക്കും. ഗോവ 1 മണിക്ക് 2 മണിക്ക് എത്താനാണ്. എനിക്കറിയില്ല, രാവിലെ എണീക്കുമ്പോൾ ഇവിടെ എത്തുമെന്ന് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കാണാം. അപ്പം ടാറ്റ ബൈ. രത്നഗിരി എത്താറായി, രാവിലെയായി. വണ്ടി എങ്ങും പിടിച്ചിട്ടില്ല. ഇത് ഞാൻ നോക്കി, അപ്പോൾ പിടിച്ചിടുന്നത് രാവിലെ 7:40 മുതൽ 10:40 വരെയാണ് അവിടെ പണി നടക്കുന്നത്. അപ്പോൾ ആ ടൈമിനാണ് ഇത് പിടിച്ചിടുന്നത്. അപ്പം ഇതിനായിട്ടും പിടിച്ചിട്ടില്ല. രത്നഗിരി ആകുന്നു, മിക്ക രത്നഗിരി പിടിച്ചിടും. രാവിലെ നല്ല കോടയാണ്. നോക്കി, എന്ത് കോടയാന്ന് നോക്കും പുറത്ത്, ഭയങ്കര കോടയാണ്. ഒന്നും കാണാൻ മേല അങ്ങ് ദൂരെ. മൊബൈലിലായതുകൊണ്ട് കുറച്ചെങ്കിലും കാണാം, ഇതിനപ്പുറം ഒന്നും കാണാൻ വയ്യ.
അങ്ങനെ രാവിലെ കറക്റ്റ് 7:30 ആയപ്പോൾ നമ്മൾ രത്നഗിരി എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. മഞ്ഞാണ് എല്ലായിടത്തും, മഞ്ഞ്. അപ്പുറത്ത് ഏതോ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, നമ്മൾ WG9 വെച്ചൊരു വണ്ടി. അതേത് വണ്ടിയാ? രത്നഗിരി സ്റ്റേഷൻ, എറണാകുളം ഓക്ക എറണാകുളം വണ്ടിയാണത്. അതിന്റെ ലോക്കോമോട്ടീവ് ഉണ്ട്, ഗുഡ്സ് എഞ്ചിനൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എത്ര മണിക്കൂർ കിടക്കുമെന്നൊക്കെ ആർക്കറിയാം, ദൈവമേ, എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഒരു വടാപ്പാവ് വാങ്ങിച്ചിട്ടുണ്ട്. രത്നഗിരി സ്റ്റേഷനിലെ വടാപ്പാവൊക്കെ നല്ലതാണെന്നൊക്കെ എനിക്ക് കേട്ടു, എനിക്കറിയത്തില്ല. കഴിച്ചു നോക്കട്ടെ എന്തായാലും. കുഴപ്പമില്ലാട്ടോ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ സാധനം ഒരു രക്ഷയില്ല, ഇത് കിടലിന് സാധനമാണ്. ഇന്നലെ ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച ചായ ആട്ടവെള്ളമായിരുന്നു. ഇത് രത്നഗിരി സ്റ്റേഷനിൽ വെച്ച ചായയാണ്, കിടിലൻ ചായ. ഇതും ഇഞ്ചിയൊക്കെ ഇട്ട നല്ല അടിപൊളി മസാല ടീ പോലത്തെ സാധനം. കിടും, നല്ല ചൂടും ഉണ്ട്. അമ്മയെ രക്ഷപ്പെട്ടോ, നമ്മളെ രത്നഗിരി ഇട്ടിരിക്കുകയാണ്. ഇനി എവിടെ പിടിക്കുമെന്ന് ആർക്കറിയാം. ആ കടവാറുന്ന സ്ഥലം ഈ രത്നഗിരി കഴിഞ്ഞിട്ടാണ്. ഇനി അവിടെ വല്ലതും പിടിക്കുമെന്നൊന്നും അറിയത്തില്ല. 3 മണിക്കൂർ പിടിക്കുമെന്ന് ആ സർക്കാരിൽ എഴുതിയിട്ടുണ്ട്. ആർക്കറിയാം എന്താ അവസ്ഥ എന്തെങ്കിലും. ഈ വണ്ടിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് ഉപ്മാവ്, പോഹ, പിന്നെ ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റ് ഞാൻ അവിടെ നിന്ന് വടാപ്പ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറെന്ന് പറഞ്ഞാൽ 30 രൂപ ഉള്ളു കേട്ടോ, പക്ഷെ വയറ് നിറയും. എനിക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ താഴെ നോക്കുമ്പോൾ പേടിയാവും, കാരണം അത്രയ്ക്ക് താഴ്ചയുണ്ട് താഴെ. കൊങ്കൺ റെയിൽവേ ഒക്കെ പണിത ആൾക്കാരെ സമ്മതിക്കണം. നമ്മുടെ ഈ ശ്രീധരൻ സാറൊക്കെയാണ് അതിന് ചുക്കാൻ പിടിച്ചത്. എന്തോരം തുരങ്കങ്ങളാണ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ, ധാരാളം തുരങ്കങ്ങളാണ്. അത് ഓരോ തുരങ്കങ്ങളൊക്കെ 5-10 കിലോമീറ്റർ ഒക്കെയാണ് വരുന്നത്. എത്ര നാളെടുത്തായിരിക്കും ഇതൊക്കെ പണിതത്, സമ്മതിക്കണം. രത്നഗിരി കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് ഉക്ഷി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ക്രോസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കിടക്കുന്ന വണ്ടി ഇവിടെ നിന്ന് മുംബൈയിൽ നിന്ന് മഡ്ഗാവ് വരെ പോകുന്ന കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. അത് 3 മണിക്കൂറിന് ലേറ്റ് ആയിട്ടാണ്. അവർക്ക് ഇവിടെ ക്രോസിങ് നടക്കുകയാണ്. ഈ സ്റ്റേഷനിൽ തന്നെ ഒരു ടണലുണ്ട്. അത് ടണലുള്ള സ്റ്റേഷനാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി, നല്ല ഭംഗിയൊരു സ്റ്റേഷനാണ് മഴക്കാലത്ത്.
നേരം വെളുത്തപ്പിനുള്ള ആദ്യത്തെ ക്രോസിംഗ് ആണിത്. നമ്മൾ കേടെന്നാണോ അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അവിടെ നമ്മളെ പിടിച്ചിടാൻ പോവാണ്. മറ്റേ മുംബൈ മഡ്ഗാവ് ജനശതാബ്ദി ഇപ്പോൾ വരും. അപ്പോൾ അതുമായിട്ട് ക്രോസിംഗ് ഉണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ കണ്ടില്ല, ഫുള്ള് കാലിയാണ്. നോക്കണ്ട, ആരും ഇല്ല അതിനകത്ത്. ഒറ്റ മനുഷ്യല്ല ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ഇടയ്ക്ക് കൊങ്കം വഴിയുള്ള വണ്ടികൾ വന്നാൽ മതി. തിരക്കില്ലാതെ യാത്രയാണ്. പക്ഷെ തിരക്കില്ലാതെ യാത്രയുടെ ഒരു കാര്യമില്ലല്ലോ. ജനറൽ കമ്പാർട്ട്മെന്റ് യാത്രയാണ്, തിരക്കോടെ യാത്രയാണ്. കേടെന്നാന്ന് തോന്നുന്നു വായിക്കുന്നത്. ആർക്കറിയാം. എന്തായാലും ഇതൊരു ചെറിയ സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഈ സ്റ്റേഷനിൽ. നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്നും ഒരിക്കലും കൊങ്കൺ റെയിൽവേ ട്രാവൽ ചെയ്യരുത്. അല്ലെങ്കിൽ അത്ര പ്രയോറിറ്റിയുള്ള വണ്ടി ആയിരിക്കണം. ഇത് കൊങ്കൺ റെയിൽവേ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിലേ ആവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മൾ എത്ര മണിക്കൂറൊക്കെ ഡിലേ ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം സിംഗിൾ ലൈൻ അല്ല, ഫുള്ള്. അവിടെ എന്തോ ആ JCB അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് തോണ്ടിക്കൊണ്ടിരിക്കണം. ആ ശബ്ദം കേൾക്കുന്നത്. LSB ജനശതാബ്ദി, അതാണ് ഇപ്പോൾ പോയത്. നല്ല അടിപൊളി ജനശതാബ്ദിയാണ്. ഈ ജനശതാബ്ദിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ക്രോസിങ്ങിൽ പിടിക്കുകയാണ്. ഈ കേടെന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേഷനിൽ അടുത്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ലൂപ്പ് ലൈനിൽ കയറ്റി മിക്കവാറും വല്ല ഗുഡ്സ് ട്രെയിൻ വല്ല ആയിരിക്കും. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്, ക്രോസിംഗ് സ്റ്റേഷനാണ്. എന്താ കലമ്പാനി ബദ്രിക്കുന്നോ അങ്ങനെ എന്തോ ആണ് ഈ സ്റ്റേഷന് പേര്. സ്റ്റേഷനൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് സ്റ്റേഷനൊക്കെ കാണാൻ. മംഗള ലക്ഷദ്വീപാണിത്, മംഗള ലക്ഷദ്വീപ്. നിസാമുദ്ദീൻ എറണാകുളം പോകുന്നത്. പയ്യാണ് വണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു വല്ല സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലോക്കോ, WAP7 ഈ റോഡിൻ്റെ. ഈ സ്റ്റേഷൻ്റെ അടുത്ത് വീടോ അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിലും ഉണ്ടോ, ഫുള്ള് കാടാണ്, നല്ല ഭംഗിയാണ്. മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും പറയാനില്ല, വൈബായിരിക്കും. കൊങ്കണിലെ മഴക്കാലമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് മൺസൂൺ ടൈം ടേബിൾ ഉള്ളത്. പിന്നെ നോൺ മൺസൂൺ ആണ്. നോൺ മൺസൂൺ ടൈം ടേബിൾ വരുമ്പോൾ ഒരു ട്രെയിനിൻ്റെ 2-3 മണിക്കൂർ, ഇപ്പം 2-3 മണിക്കൂർ എക്സ്ട്രാ കൊടുത്തിരിക്കില്ല, അത് കുറയും. അതായത് ചില വണ്ടികൾ നേരത്തെയാണ്, ചില വണ്ടികൾ കുറച്ച് താമസിക്കും. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് അതനുസരിച്ച് നോക്കി വേണം ബുക്ക് ചെയ്യാൻ. ക്രോസിംഗ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചറവറ ക്രോസിംഗ് ആണല്ലോ. എന്നിട്ട് അടുത്ത സ്റ്റേഷൻ, തൊട്ടടുത്ത സ്റ്റേഷനിൽ പിടിച്ചിരിക്കുകയാണ്. ഇത് ദിവൻ കവാടി എന്നാണ്, അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, അതേപോലത്തെ സ്റ്റേഷനാണ്. ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ടോ, കുട്ടി സ്റ്റേഷനാണ് ദിവൻ കവടി അങ്ങനെ എന്താണ് പ്രൊണൗൺസിയേഷൻ. കണ്ടോ, ചെറിയ സ്റ്റേഷൻ. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനാണേലും ഹൈറ്റ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടത് മുംബൈയിൽ മഡ്ഗാവ് പോകുന്ന തേജസ് ആണ്. അതിന് മുന്നിലും ബാക്കിലും വിസ്റ്റഡോം ഒക്കെ ഉണ്ട്. ആ നേരത്തെ കർമാടിന സ്ഥലം വരെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അത് രാവിലെ 5:50 വിട്ടാൽ മുംബൈയാണ്. രാത്രിയല്ല, വൈകിട്ടൊരു 5 മണി ടൈമിൽ അതിവിടെ മഡ്ഗാവ് എത്തും. നമ്മളിവിടെ പിന്നെയും ക്രോസിങ്ങിന് പിടിച്ചിരിക്കുകയാണ്. വിനേരെ എന്ന സ്റ്റേഷനാണ്, വിനേരെ. അപ്പോൾ ഇവിടെ യോഗനഗരി, ഋഷികേശ്, കൊച്ചുവേളി എന്ന് പറഞ്ഞ വണ്ടിയിട്ടല്ലോ. അതായത് പണ്ടത്തെ ഡെറാഡൂൺ കൊച്ചുവേളി അതിപ്പോൾ വരും. അപ്പം അതുമായിട്ട് ഇനി ക്രോസിംഗ് ഉണ്ട്. യോഗനഗരി കൊച്ചുവേളി ഒന്നുമില്ല കേസ്, ഇത് എഞ്ചിന് വേണ്ടിയാണ് പിടിച്ചിട്ട്. അതൊക്കെ യോഗനഗരി കൊച്ചുവേളി പുറയിലുണ്ട്. ഇത് കണ്ടോ, ഒരു ഒറ്റ എഞ്ചിൻ, സിംഗിൾ WG9, ഒരൊറ്റ എഞ്ചിൻ മാത്രമുള്ളത്. ഒരു WG9 ലോക്കമാണ് ആ പോകുന്നത്. ഇതിനു വേണ്ടിയാണ് പിടിച്ചിട്ടത്. കൊള്ളാം, എന്ത് പരിപാടി അതൊക്കെ. ഇവിടൊക്കെ മഴ വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ പിന്നെ ആലോചിക്കാൻ വയ്യ. നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ വെയിലായി വന്നിരിക്കുകയാണ്, ഇപ്പം മഴയൊന്നുമില്ല. കരഞ്ചാടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മറ്റേ WDG4D, WDG4 ട്വിൻസ് വെച്ചിട്ടൊരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. അതിൽ മറ്റേ ഷീറ്റ് പോലത്തെ സാധനമാണ് ഇരുമ്പിൻ്റെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ യോഗനഗരി, ഋഷികേശ്, കൊച്ചുവേളിയും വണ്ടിയും കിടപ്പുണ്ട്. നമ്മുടെ ജാംനഗർ എക്സ്പ്രസ് ഇപ്പം വീർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഭാഗത്തൊക്കെ നല്ല സ്പീഡാണ്, ഒരു 110 120 ഒക്കെ റേഞ്ച് ഉണ്ട്. നല്ല സ്പീഡിലാണ്. ഡബിൾ ലൈനാണ്, അപ്പുറത്താണ് ഡബിൾ ലൈൻ വരുന്നത്. നമ്മളിപ്പോൾ പനവേൽ ഏകദേശം എത്താറായി. ഉച്ചയാകുമ്പോൾ പനവേൽ എത്തും. അപ്പോൾ പനവേൽ നമുക്ക് മലയാളികൾക്ക് നല്ല അടിപൊളി ചോറും മീൻ വറുത്തത് മീൻ കറിയൊക്കെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നെല്ലാം അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഒരു ടീമുണ്ട് പനവേലുള്ള, അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് നോർത്ത് ഭാഗത്തോടെ പോകുന്ന വണ്ടികളിൽ അവർ ഓർഡർ അനുസരിച്ച് അവർ ഊണൊക്കെ സെറ്റാക്കി ഡെലിവറി ചെയ്യുന്നതാണ്. ഉച്ചയ്ക്കും രാവിലെയൊക്കെ അവർ ഫുഡ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. അവർ നേരത്തെ പറയണം, നേരത്തെ എന്ന് വെച്ചാൽ ഒരു ദിവസം മുമ്പ് പറഞ്ഞാൽ മതി. അവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരോട് പറഞ്ഞാൽ അവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവരെന്തൊക്കെ അവരുടെ മെനു ഉണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ സീറ്റ് നമ്പർ അനുസരിച്ച് അവർ കൊണ്ടുതരും പനവേൽ വെച്ച്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പനവേലിന് ചോറും നല്ല അടിപൊളി മീൻ വറുത്തതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാം. നമ്മുടെ കൊങ്കണിലെ അവസാനത്തെ സ്റ്റേഷനായ രോഗാന സ്റ്റേഷൻ അടിച്ച് മിന്നിച്ച് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്പീഡാണ്. ഇപ്പോൾ രോഗ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സെൻട്രൽ റെയിൽവേയുടെ ആണ് സോൺ. പനവേലെത്താറായപ്പോൾ ഓരോ സ്റ്റേഷനിൽ ഇവർ മെയിൻ ലൈനിൽ ഓരോ ഗുഡ്സ് കൊണ്ടിട്ടേക്കുവാണ്. ഇപ്പോൾ കാസൂർ എന്ന സ്റ്റേഷനിൽ ഗുഡ്സ് കൊണ്ടിട്ടിട്ട് ലോക്കോ എങ്ങാണ്ട് പോയി. ഇവിടെ നമ്മൾ വരുമ്പോൾ എപ്പോഴുള്ള കാഴ്ചയാണിത്. ഇവിടെ ട്രാക്കിൽ എന്തോ പണി നടക്കുകയാണ് കണ്ടോ. കറക്റ്റ് അവിടെ കൊണ്ട് വണ്ടി നിർത്തുകയും ചെയ്തു. ഇവരെന്ത് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ കാര്യമായിട്ടുള്ള പണിയാണ് കണ്ടോ. അതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് എന്ത് സംഭവം, ഇത് എന്തൊക്കെയോ സാധനം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുത്തിപ്പൊളിക്കുകയാണോ ആർക്കറിയാം. ഇങ്ങനെ പണി നടക്കുന്നിടത്താണ് ഇവർ ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന സംഭവം ഉള്ളത്. ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡിൽ സ്പീഡായിരിക്കും. അപ്പോൾ ആ സ്പീഡിൽ ഇവിടെ പോകാൻ പാടുള്ളൂ. എത്ര അവിടെ സ്പീഡ് വെച്ചിരിക്കുന്നത് 30 കണ്ടോ. 30 ഇവിടെ വണ്ടി പോകാൻ പാടുള്ളൂ. കാരണം അവിടെ പണി നടക്കുകയാണ്. അതിൽ കൂടുതൽ പോയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. G എന്നൊരു ബോർഡ് കണ്ടില്ല അവിടെ. അത് കണ്ടാൽ ഈ ഗുഡ്സ് ട്രെയിൻസ്, അതായത് G ആണ് ഗുഡ്സ് ട്രെയിൻസ് സ്പീഡ് കുറയ്ക്കണം എന്നാണ് അർത്ഥം. ടെർമിനേഷൻ ചെയ്യണം സ്പീഡ്. സമയത്ത് തന്നെ നമ്മൾ പൻവേൽ എത്തിയിരിക്കുകയാണ്. പൻവേൽ നമ്മുടെ ഫുഡ് ഇവിടെ അവർ കൊണ്ടുതരും. അപ്പോൾ ഇതാണ് പനവേൽ സ്റ്റേഷൻ. താങ്ക് യു ഭയ്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊണ് കിട്ടിയിരിക്കുകയാണ്. പുള്ളി ഒരു ഹിന്ദിക്കാരാണ് കൊണ്ട് തന്നത്, പക്ഷേ മലയാളികൾ ഉണ്ടാക്കുന്ന ഫുഡാണ്. ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ട് ടീംസ് ഷാപ്പാട് ഊണെന്നും പറഞ്ഞുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മീൻ പൊരിച്ചതുണ്ട്, ഒരു ഊണുണ്ട്. ഇതെല്ലാം കൂടെ 170 റുപ്പീസാണ് ആയത്. കൂടുതലാണെന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതലാണ്, പക്ഷെ നമ്മുടെ കേരള ഫുഡ് കിട്ടും ഇവിടെ. ഇവിടെ ഇനി ലോക്കോ പൈലറ്റുമാർ മാറും, എല്ലാവരും മാറും. നമ്മളിപ്പോൾ സമയം 1:15 എത്തിയത്. 1:25 ഇനി വണ്ടി എടുക്കത്തുള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗമാണ് ലോക്കൽ ട്രെയിൻസ് ഒക്കെ വരുന്നത്. പൻവേൽ വരെ ലോക്കൽ ട്രെയിൻസ് വരും. അപ്പോൾ ഈ ഭാഗത്താണ് ലോക്കൽ ട്രെയിൻസ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ കേരള ഫുഡ് വിതരണം ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ആളുടെ നമ്പറാണ് ഞാൻ ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. വേറെ പല ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. ഇവരുടെ ഫിഷ് മീൽസ് ഉണ്ട്, വെജ് മീൽസ് ഉണ്ട്. ഞാൻ വെജ് മീൽസും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് പൈസ കൂടിയത്. വെജ് മീൽസിന് 100 രൂപയും പിന്നെ ഇതിന് 70 റുപ്പീസുമാണ് മീൻ വറുത്തതിന്. അപ്പോൾ പപ്പടമുണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിക്കാൻ. ആ പാക്കറ്റിനകത്ത് ചോറുണ്ട്, പിന്നെ കൂട്ടാൻ ഓരോ കറികളുണ്ട്, പിന്നെ മെഴുക്കുവരട്ടിയുണ്ട്, അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോ കറക്റ്റ് 1:25 ആയപ്പോഴേ വണ്ടി എടുത്ത്. സാമ്പാറുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പപ്പടമുണ്ട്. നോക്കി മീൻ വറുത്തതും ആ ഊണും എല്ലാം കൂടെ ഒരു പിടി പിടിക്കണം. നോക്ക് എന്താ ഫീലാന്ന് നോക്കി. നമ്മൾ പുറത്തൊക്കെ വന്ന് എന്താ പറയുക, കേരളത്തിന് പുറത്തൊക്കെ വന്ന് നമ്മുടെ നാടൻ ഊണൊക്കെ കഴിക്കുമ്പോൾ പക്ക നമ്മുടെ കേരളത്തിലെ ഊണുണ്ട്. പക്ക അടിപൊളി. മീനും അടിപൊളിയാണ്. ചോറ് കുറച്ച് വെന്തിട്ടില്ല, ശകലം വേവ് കുറവാണ്. ബാക്കിയെല്ലാം അടിപൊളി. കറിയും സാമ്പാറും മീനും കൂട്ടാനുള്ളതൊക്കെ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹി ഭാഗത്തൊക്കെ ട്രെയിനിന് പോകുകയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ചെയ്യണം. ഉച്ചയ്ക്ക് നമ്മുടെ ഊണ് കിട്ടും. രാവിലെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ ഇഡ്ഡലി വട, പിന്നെ പൊറോട്ട, മുട്ടക്കറി, അങ്ങനെ എല്ലാ സംഭവമുണ്ട്. ഇപ്പോൾ രാവിലെയും കിട്ടും, ഉച്ചയ്ക്ക് കിട്ടും. നക്കി വെച്ച് ഗൈസ്, ഇനിയൊന്നും ബാക്കിയില്ല ഇതിനകത്ത്. നമ്മൾ ഈ കേരളത്തിന് പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കേരള ഫുഡ് കിട്ടാൻ ഭയങ്കര, കേരള ഫുഡൊന്നുമല്ല, പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഫുഡൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അതുമല്ല ഉള്ളത് തന്നെയാണെങ്കിലും നമുക്കൊന്നും പിടിക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രെയിൻ പൻവേലിന് വിട്ട് കഴിയുമ്പോൾ പിന്നെ നേരെ പോയിട്ട് ദിവാൻ എന്ന ജംഗ്ഷനുണ്ട്, ദിവാ ജംഗ്ഷൻ. അപ്പോൾ ദിവാ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ വസായ് റോഡ് ഭാഗത്തോട്ട് പോകുന്നത്. അതായത് ഈ ഗുജറാത്ത് പോകുന്ന വണ്ടികളെല്ലാം നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ദിവാ ജംഗ്ഷൻ റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് പോകുന്ന വണ്ടികളാണ് ഈ നേത്രാവതി എക്സ്പ്രസ്. പിന്നെ ഈ മുംബൈക്കുള്ള വണ്ടികളുണ്ടല്ലോ, കൊങ്കൺ ഭാഗത്തു നിന്ന് വരുന്ന മുംബൈക്കുള്ള വണ്ടികളെല്ലാം
ലെഫ്റ്റ് എടുത്താണ് പോകുന്നത്. ലെഫ്റ്റ് എടുത്ത് പോകുമ്പോഴാണ് ഈ താനെ സ്റ്റേഷനൊക്കെ വരുന്നത്. റൈറ്റ് എടുത്ത് പോകുമ്പോൾ നേരെ വസായി റോഡ് ഭാഗത്തോട്ട് പോകും. ഇതുണ്ട് വെറൈറ്റി കളറിലുള്ളൊരു കണ്ടെയ്നർ ട്രെയിൻ കണ്ടോ. കോൺകോറിന്റെ വാഗൺസും ഉണ്ട്, പിന്നെ ഡാർസിയൽ ലോജിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ പല വാഗൺസ് ഒക്കെ ഉള്ളൊരു വലിയൊരു കണ്ടെയ്നർ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ദൂരേക്കൂടെ ട്രെയിൻ പാരലൽ റേസ് നടത്തുന്നുണ്ടോ. അത് മുംബൈ LTTന്ന് കാമയ്ക്ക് പോകുന്ന കർമ്മഭൂമി എക്സ്പ്രസ് എന്നാണ്. കാമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗോഹട്ടി അടുത്തുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന കർമ്മഭൂമി എക്സ്പ്രസ് എന്നാണ് ട്രെയിനിൻ്റെ പേര്. അതിൽ ഓരോ ഇങ്ങനെ വ്യത്യസ്തമായ പരസ്യങ്ങൾ ഉൾക്കൊട്ടിച്ചുള്ള കോച്ചുകളാണ് ഫുള്ള്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ താഴേക്കൂടെ റെയിൽവേ ട്രാക്ക് പോകും. കട പോകുന്നത് കേട്ടോ. ഒരു ലോക്കൽ ട്രെയിനൊക്കെ പോകുന്നത് കേട്ടോ. അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ വസായി എത്താറായപ്പോൾ ലെഫ്റ്റിൽ കൂടെ ലൈൻ വരുന്നുണ്ട്. അത് ഈ മുംബൈ സെൻട്രലിൽ നിന്നൊക്കെ ഈ അഹമ്മദാബാദ് ഭാഗത്തോട്ട് പോകുന്ന വണ്ടികളൊക്കെ വരുന്ന ലൈനാണത്. ആ ലൈനിൽ കൂടെ ആണ് മറ്റേ തേജസ് രാജധാനിയൊക്കെ വരുന്ന ഈ ഒരു ലൈൻ വഴിയാണ്. ഇതാണ് വസായി റോഡ് സ്റ്റേഷൻ. ഇവിടെ കുറേ മലയാളികളൊക്കെ ഇറങ്ങും നമ്മുടെ വണ്ടിയിൽ നിന്ന്. ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ ഒരു മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ പോകുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നിർത്തുന്ന സ്റ്റേഷനാണ് ഇത് വസായി റോഡ്. നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പാണ് 2:57 എത്തി. ഗൈസ് ഇത് 3:10 ഇവിടെ എത്തുന്നതാണ്. 3:20 ഇവിടെ എത്തുള്ളൂ. 3:05 ആയതുള്ളൂ. ഇനി കണ്ടൊരു 15 മിനിറ്റും കൂടെ പോസ്റ്റാണ്. അരമണിക്കൂറായി. ഇപ്പം ഏതൊരു വണ്ടി സ്റ്റേഷനിൽ നേരത്തെ എത്തിയാലും അത് കറക്റ്റ് വിടേണ്ട ടൈമിൽ വിടത്തുള്ളൂ. നേരത്തെ എടുത്തുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് നേരത്തെ എത്തിയെന്ന് ആരും വിചാരിച്ചിട്ട് നേരത്തെ എടുത്തുകൊണ്ട് പോകത്തില്ല. അതിൻ്റെ ഡിപ്പാർച്ചർ ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിന് അത് വിടത്തുള്ളൂ. അത് ഒരാളെ കിടക്കും. നമ്മളിപ്പോൾ വിരാറിൽ നിന്ന് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടം വരെ ഉള്ളൂ ശരിക്കും ലോക്കൽ ട്രെയിൻ. ഇവിടെ ഞങ്ങളുടെ ലോക്കൽ ട്രെയിൻ ഒന്നുമില്ല. നമ്മളേതാ വണ്ടിയൊക്കെ പിടിച്ച് ഓവർടേക്ക് അടിച്ചല്ലോ. ഇത് ഏത് വണ്ടിയാ? ഏതോ വണ്ടി നമ്മളെ ഓവർടേക്ക് അടിക്കുക. ഇത് പോയിട്ട് നമ്മൾ പോകത്തില്ല. അടിപൊളി. ഇത് മുംബൈയിലുള്ള ബാന്ദ്ര എന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ. അവിടെ നിന്ന് ബിക്കാനീർക്ക് വന്നൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ തന്നെ അത്. ഞാനിപ്പോൾ സൂറത്തിലെ അറൈവൽസ് ഒക്കെ നോക്കി കണ്ടുപിടിച്ചാണത്. ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുമ്പുള്ള സ്റ്റോപ്പ് എത്തിയിരിക്കേണ്ട ബോയ്സാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഒരു എത്ര മണി, ഒരു 3/4 മണിക്കൂറിൽ എൻ്റെ സ്റ്റോപ്പ് എത്തും. ഇപ്പോൾ കൃത്യം 5 മണിക്ക് നമ്മൾ വാപ്പി എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്, വാപ്പി. ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ റൂം എടുത്തെടുത്ത് പോവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഫുള്ള് ഹോണടിയും എല്ലാ ആള്. ഗുജറാത്താണ് ഇത്, ഗുജറാത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗമൊക്കെ ഭയങ്കര ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒക്കെയാണ്. ഇവിടെ മലയാളികളൊക്കെ ഒത്തിരി ഒരുപാടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാപ്പിയിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ ഉണ്ട്. കണ്ടോ ഈ ബസ്സുണ്ട്. ഇത് സിൽവാസയ്ക്ക് പോകുന്ന ബസ്സാണ്, സിൽവാസ. അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഒരു ഹൈവേ കണ്ടോ. ഈ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 48. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയും. മറ്റേ ചെന്നൈ, മുംബൈ, ഡൽഹി അങ്ങനെ വലിയൊരു ഹൈവേ ആണ്. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പം അവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് എൻ്റെ മുറി ഉള്ളത്, ഹോട്ടൽ ദ ബ്ലോസം. ഇവിടെ എനിക്ക് 1200 രൂപയ്ക്കാണ് മുറി കിട്ടിയത്. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. ചെറിയ റൂമാണ്, ചെറിയ റൂമും പിന്നെ ചെറിയൊരു ബാത്റൂമും. ഒരാൾക്ക് നിൽക്കാൻ മാത്രമല്ലേ. നല്ല കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിലും കുറഞ്ഞ പൈസ ഉള്ളത് ഞാൻ നോക്കിയപ്പോൾ അത് എന്താ പറയുക, അവിടെ ഒന്നും റിവ്യൂ ഒന്നുമില്ല. കാരണം അറിയാത്ത സ്ഥലത്ത് എങ്ങനെയാണ് പോയി നിൽക്കുന്നത്. അത് എൻ്റെ മൊബൈലുണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തത്. അപ്പോൾ ജാംനഗർ എക്സ്പ്രസ് നല്ല വണ്ടിയാണ്. നിങ്ങൾ ഗുജറാത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ നല്ല വണ്ടിയാണ്. എല്ലായിടത്തും ഓൺ ടൈം എത്തി ഈ വണ്ടി. എങ്ങനെ ഡിലേ ഉണ്ടാവില്ല. ആ 3 മണിക്കൂർ റെഗുലേഷനൊക്കെ ചെയ്യുന്നവരുടെ എന്തോ ഭാഗ്യത്തിനാണ് കയറ്റി വിട്ടത്. പുറകിലൊക്കെ നേത്രാവതിക്ക് ലേറ്റായി. അപ്പോൾ രാവിലെ എനിക്ക് 5:30ക്കാണ് ട്രെയിൻ മുംബൈക്കുള്ളത്, ഡബിൾ ഡെക്കർ പാസഞ്ചർ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോഴേക്കും ബൈ.